കലാകാരിയുടെ സാംസ്കാരിക ഭൂപടങ്ങളിൽ കാണാം മുലയൂട്ടുന്ന അച്ഛനെ. നമുക്കിടയിൽ ജീവിക്കുന്ന സിജി കൃഷ്ണൻ എന്ന ചിത്രകാരിയുടെ ഏറെ ശ്രദ്ധേയമായ ഒരു പരമ്പരയുടെ പേരാണ് പിതൃചോദനകൾ, പറ്റേണൽ ഇൻസ്റ്റിങ്ക്ട്സ്. പിങ്ക് റോസാപ്പൂ പോലെ വിരിഞ്ഞു നിൽക്കുന്ന മുലയുമായി കാണപ്പെടുന്ന ആണുങ്ങൾ, ഗൃഹനാഥന്മാർ, അച്ഛൻ കഥാപാത്രങ്ങൾ ഒക്കെ ആ ചിത്രങ്ങളിലെല്ലാം ഉണ്ട്. തുടക്കത്തിലെ കുടുക്ക് ഇടാത്ത അവരുടെ ഷർട്ടുകൾക്കുള്ളിൽ നിന്നും നെഞ്ചിൽ തെളിഞ്ഞു കാണുന്ന പോലെയോ, ഷർട്ട് മാറിക്കിടക്കുന്നതിനാൽ തുറന്നു കാണും പോലെയോ, അല്ലെങ്കിൽ ബോധപൂർവം നമ്മെ കാണിക്കും പോലെയോ പിങ്ക് മുലകൾ കാണപ്പെടുന്നു. ചിലപ്പോൾ തുടുത്ത പെൺമാറിടത്തെ ഓർമ്മിപ്പിക്കുന്ന പോലെ അവ പ്രകാശം പരത്തുന്നു. അക്കാരണത്താൽ തന്നെ ഒരു അധിക ആണവയവം പോലെ വിചിത്രമായിട്ടും അവ കാണപ്പെടുന്നു. ഭക്ഷണത്തിൻ്റെ പ്രാഥമിക ഉറവിടമെന്ന നിലയിൽ മനുഷ്യചരിത്രത്തിൽ പെൺമുലകൾക്ക് നിരന്തരമായ മേധാവിത്വ ശക്തിയുണ്ട്. പക്ഷേ ഉർവരതയെ ആരാധിച്ച, ജനനമരണാദികളിൽ അത്ഭുതപ്പെട്ട ഒരു ആദിമകാലത്തുള്ളതിൻ്റെ തുടർച്ചയല്ലിത്. ഇന്ന് മെഡിക്കൽ വ്യവഹാരത്തിൽ കാണപ്പെടുന്ന പെൺമുലയുടെ ഏതെങ്കിലും ഒരു പരിച്ഛേദ ചിത്രം നോക്കൂ. അതിനെ ഓർമ്മിപ്പിക്കും വിധം മണ്ണിലിറങ്ങി വ്യാപിച്ച വേരുപടലം പോലെ മെക്സിക്കൻ ചിത്രകാരി ഫ്രിഡ കഹ്ലോ മുലയെ ഒരു കലാവ്യവഹാരമാക്കിയിട്ടുള്ളത് പ്രശസ്തമാണ്. പ്രകാശ സംശ്ലേഷണം നടത്തി സ്വയം ഭക്ഷണമായി തീരുന്ന സസ്യജാലങ്ങളുടേതുപോലെയാണ് ആ മണ്ണിലിറങ്ങി വ്യാപിച്ച വേരുപടലം ഒരു മുലയ്ക്കകത്ത് കാണപ്പെടുന്നത്. അപകടത്തിൽ മാരകമായി പരിക്ക് പറ്റിയതിനാൽ നിരന്തരം വേദനാജനകമായ ഒരു മനുഷ്യ ശരീരത്തെ ആ രോഗശയ്യയിൽ കിടന്ന് ഏറെക്കാലം അനുഭവിക്കുകയായിരുന്നു ഫ്രീഡ കാലോ. ആ അനുഭവം തികച്ചും വൈദ്യശാസ്ത്രപരവും അതിനാൽ ശാസ്ത്രീയവുമായ ഒന്നായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാകാം മുലകളെയും ഹൃദയത്തെയും മാത്രമല്ല, പിളർന്ന തൻ്റെ സ്വത്വബോധത്തെ അടക്കം കാലോ വരച്ചെടുത്തു. ആ ചിത്രങ്ങൾ ഒട്ടനവധി വികാരങ്ങളുടെയും അനുഭൂതികളുടെയും ഗ്രാഫിക് മേഖലയായി. പക്ഷേ വേരുപടലം പോലെ പ്രതീകാത്മകമായും വൈദ്യശാസ്ത്ര ചിത്രീകരണം പോലെ അമിതമായും ഇങ്ങനെ ഉള്ളുകാണിക്കുന്ന മുല പുരുഷാധിപത്യ കലാലോകത്തിൽ പൊതുവെ ഉണ്ടായിരുന്ന രതിജനകമായ പെൺശരീരം എന്ന സുന്ദരാശയത്തെ അമ്പരപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് വഴിയെ ഒരു പെൺശരീരത്തിൻ്റെ സാമാന്യത എന്നതിനേക്കാൾ സ്പഷ്ടതയായി കാഹ്ലോയുടെ ചിത്രങ്ങൾ കാണപ്പെട്ടത്. സാധാരണഗതിയിൽ ഒരു ഭിന്നലൈംഗിക സമൂഹത്തിൽ ആണെന്നും പെണ്ണെന്നും കൃത്യം പിളർന്നു കാണപ്പെടുന്ന ലിംഗവിവേചിതമായ സുന്ദര ശരീരങ്ങൾ കലയുടെ പൊതുവായ അനുഭൂതി മാനകങ്ങളാണ്. പ്രാഥമികമായും പുരുഷൻ്റെ ഉടൽ ആദർശത്തിൻ്റെയും സ്ത്രീയുടെ ഉടൽ രതിജനകത്വത്തിൻ്റെയും വ്യത്യസ്തമായ ചിഹ്നമേഖലകളായി. അതിൽ നിന്ന് മാറി എന്ത് കണ്ടാലും അതൊരു വ്യതിയാനമാകുന്നു. കാഴ്ചയുടെയും കാഴ്ചപ്പാടിൻ്റെയും ചരിത്രപരമായ ഈ പ്രതിനിധാന പ്രശ്നത്തിലാണ് കലയിലെ മനുഷ്യരൂപ ചിത്രീകരണങ്ങൾ ഒരർത്ഥത്തിൽ നിൽക്കുന്നത്. ഫ്രീഡ കാലോയുടെ ചിത്രങ്ങൾ ഏറെയും ആത്മകഥാപരമാണ്. തൻ്റെ സുന്ദര പെൺരൂപം എന്ന മാനകാവസ്ഥയെ ലാറ്റിൻ അമേരിക്കൻ സാംസ്കാരിക ഭൂമിശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകളും ഉടലിൻ്റെ വന്യതയും വേദനയും എല്ലാം അനുഭവിപ്പിക്കുന്ന പ്രതിനിധാന വ്യതിയാനമായി അവർ മാറ്റുന്നു. അത് കലാസൃഷ്ടികൾ പൊതുവെ ചരിത്രപരമായി നേടിയെടുത്തിട്ടുള്ള കാഴ്ചയുടെ സ്വസ്ഥത നശിപ്പിക്കുന്നു. മനുഷ്യ സാമാന്യതയിൽ നിന്ന് പെൺ സ്പഷ്ടതയിലേക്ക് കാഹ്ലോയുടെ കാഴ്ച കൂടുതലായി കടന്നത് ഈ വ്യതിയാനം കൊണ്ടാകാം. തൻ്റെ പെൺ സ്വത്വബോധത്തെ നിർവചിക്കാനാണ് കാഹ്ലോയുടെ ശ്രമമെന്ന് ആ ചിത്രങ്ങളെല്ലാം പൊതുവെ വായിക്കപ്പെട്ടു. എന്നാൽ ഓർക്കണം, അതത്രയും ചെന്നു പതിച്ചത് ലോകത്ത് പലയിടത്തും പല അടരുകളുള്ള ആധുനികതയുടെ സാംസ്കാരിക ഭൂപടത്തിലാണ്. ഒരേ സമയം നിലവിലിരിക്കുന്ന ആദിമ ചോദനകളുടെയും ശാസ്ത്രജ്ഞാനത്തിൻ്റെയും അന്യതാബോധത്തിൻ്റെയും വിഘടനങ്ങളുടെയും വീണ്ടെടുപ്പുകളുടെയും മുന്നേറ്റങ്ങളുടെയും നിരന്തര സംഘർഷമാണ് ആ ഭൂപടത്തിൽ കാണുക. ഇതിൻ്റെയൊക്കെ പ്രത്യയശാസ്ത്രപരവും ഭരണകൂടപരവുമായ വിചാര പദ്ധതികളിൽ പങ്കാളി ഡിഗോ റിവേറയ്ക്ക് ആധികാരികമായി പുലരാനായെങ്കിലും ഇതേ കാലഘട്ടത്തിൽ തികച്ചും ശ്രമസാധ്യമായ സ്ത്രീവാദ കാഴ്ചകളാണ് ഫ്രീഡ കാലോയെ പിന്നീടായാലും കലാചരിത്രത്തിൽ ജീവിപ്പിക്കാൻ തുടങ്ങിയത് എന്നോർക്കണം. ഫലത്തിൽ അത് അടിസ്ഥാനപരമായ കാഴ്ചാ വ്യതിയാനങ്ങളാണ് ഉണ്ടാക്കിയത്. സർഗാത്മകതയുള്ള ചിത്രകാരിക്ക് തിരുത്തിക്കാണിക്കാനാകുന്ന
തിരുത്തി കാണാനാകുന്ന സാംസ്കാരിക ഭൂപടങ്ങളിലെ ഇമേജറിയിൽ മുല എന്നത് ഒരു പെണ്ണവയവം മാത്രമല്ല. ഒരു സംഗതിയെ നേരിൽ നോക്കി കണ്ടത് അതേപടി ചിത്രമാക്കുമ്പോൾ അത് പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെ ചിത്രമാക്കലിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമാണ്, ടെക്നിക്കൽ പ്രോബ്ലംസ്. അപ്പോഴത് സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏറെയും ചിത്രം വരയ്ക്കുന്നയാളുടെ ഭാഗത്തായി ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമാകാം. വരയ്ക്കുന്നവരുടെ മാത്രം ധാരണാശേഷിയെ ആവിഷ്കരിക്കുന്നതിൻ്റെ പരിമിതികളും സാധ്യതകളുമായിട്ടാകാം അത് മുഖ്യമായും ഇടപെടുന്നത്. പക്ഷേ ഒരു സംഗതിയെ കണ്ടതെങ്ങനെയെന്ന് ജീവിതാനുഭവങ്ങളെയും അനുഭൂതികളെയും ഓർമ്മകളെയും പരാമർശിച്ചുകൊണ്ട് ഒരാൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണെന്നിരിക്കട്ടെ. വരയ്ക്കുന്നയാൾക്കപ്പുറം പരിധിയില്ലാത്ത എത്രയോ ആളുകളുടെ ധാരണാശേഷിക്ക് അതിലിടപെടാൻ കഴിയും. അപ്പോൾ ചിത്രം എന്നത്, പിക്ചർ എന്നത് ഒരു ഇമേജ് ആകുന്നു. അത് നേർക്കാഴ്ചയുടെ ഒരു പകർപ്പ് സാങ്കേതിക പ്രശ്നം മാത്രമാകില്ല. മുല ഒരു ഇമേജ് ആകുമ്പോൾ കാഴ്ചയുടെ രതിസുഖം പകരുന്ന ഒരു പെണ്ണവയവം എന്ന നേർക്കാഴ്ചയിൽ നിന്നും അത് മാറുന്നു. അതുമായി ബന്ധപ്പെട്ട എന്നാൽ അതുവരെ പരിഗണിക്കപ്പെടാത്ത മനുഷ്യാനുഭൂതികളുടെ സാംസ്കാരിക ജീവിതത്തിലേക്ക് പിന്നെ ആ ഇമേജിന് മറ്റൊരു വഴക്കം നേടാനാകും. ഉണ്മയുടെ ആനന്ദവും അത്ഭുതവും മുലയെ വഹിക്കുന്നവൾ എന്ന നിലയ്ക്ക് ആ സൂചനയോടെ സ്വയം മുലകളിൽ സ്പർശിച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫ് ചെയ്യാനായി ആൽഫ്രഡ് സ്റ്റീഗ്ലിറ്റ്സ് എന്ന തൻ്റെ ആൺചങ്ങാതിയുടെ ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്ന ചിത്രകാരി ജോർജിയ ഓക്കീഫിയുടെ ചിത്രം അത്തരത്തിലൊന്നാണ്. ലോകത്തിൻ്റെ, അതായത് പങ്കാളിയുടെ ക്യാമറ നോട്ടത്തിന് പാത്രമാകവേ തന്നെ സ്വന്തം രതിജനകത്വത്തിൽ അഭിമാനിച്ചുകൊണ്ട് അതിൻ്റെ അത്ഭുതങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് ലോകത്തോട് സംവദിക്കാനുള്ള ഭാഷ നേടിയവൾ. അങ്ങനെയാണ് മറ്റൊരു കാലത്തിൽ ദേശത്തിൽ പിങ്ക് റോസാപ്പൂ പോലെ വിരിഞ്ഞു നിൽക്കുന്ന മുലകളുമായി സിജി കൃഷ്ണൻ്റെ ചിത്രങ്ങളിൽ പിതൃരൂപങ്ങൾ കാണപ്പെടുന്നത്. പലപ്പോഴും രസകരമായ കട്ട് പേസ്റ്റ് പോലെ അവ കാണപ്പെടും. അതിൻ്റെ അസ്വാഭാവികതയും കുസൃതി നിറഞ്ഞ ഭാവനയുടെ ഫലമായ ലാഘവവും തീരെ മറച്ചു വയ്ക്കപ്പെടുന്നില്ല. എന്നാൽ ഇതൊരു ഹാസ്യചിത്രമല്ല എന്നതും വ്യക്തം. മുലയൂട്ടുന്ന അമ്മയ്ക്ക് പകരം അച്ഛനെ പകരം വയ്ക്കുമ്പോൾ വൈകാരിക രക്ഷാകർതൃത്വത്തിൻ്റെ കേന്ദ്രസ്ഥായി ഒരു പുരുഷനിൽ വരികയാണ്. അച്ഛനും മകളും ഒത്തുള്ള കളികളിലും സ്നേഹനിർഭരമായ പരിരംഭണങ്ങളിലുമായിരിക്കുമ്പോൾ പിതൃത്വം അധികാരശൂന്യമായ എന്തൊക്കെയോ വൈകാരികതകളിലാണ്. അതിന് പേരില്ല. അതേ നിലകളിൽ കാണപ്പെടുന്ന മാതൃത്വത്തിന് ത്യാഗത്തിൻ്റെ അനന്യതയെങ്കിലും ചാർത്തിക്കിട്ടും. വൈകാരികതകൾ ചോർത്തിക്കളഞ്ഞുകൊണ്ട് അധികാരം ഉറപ്പിച്ച നിലയിൽ മാത്രമേ അല്ലെങ്കിൽ പിതൃത്വത്തിന് രൂപമുള്ളൂ. സിജിയുടെ ചിത്രങ്ങളിൽ കാണും പോലെ അധികാരശൂന്യമായ എന്തൊക്കെയോ വൈകാരികതയിലായിരിക്കെ ഉണരുന്ന പിതൃചോദനകൾ പൊതുവെ വാഴ്ത്തപ്പെടാറില്ല. ഇവിടെ അത് ഭാവന ചെയ്യുകയോ ആത്മകഥാപരമായി ചിത്രീകരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സിജി എടുക്കുന്നു. പിതൃത്വം ഒരു ഉടമസ്ഥതാ പ്രശ്നവും ആധികാരികതയുമായി കാണുന്നതുകൊണ്ടാണ് തന്തയില്ലായ്മ ഒരു നെറികേടിൻ്റെ സൂചകമാകുന്നത്. മറിച്ച് അച്ഛൻ്റെ ഉണ്മ അതൊരു വൈകാരിക ചോദനയാണെന്ന് പറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന സീരീസിന് പേരിടുന്നതിലൂടെ നേരെ മറിച്ചിട്ടൊരു വ്യാഖ്യാനം സിജി തരുന്നുണ്ട്. അച്ഛൻ എന്ന മറ്റൊരു മനുഷ്യ സാന്നിധ്യത്തെ അച്ഛൻ എന്ന പിതൃരൂപകത്തിൽ നിന്നും വേർതിരിച്ചെടുക്കാനുള്ള ശ്രമം എത്ര വലിയ സാധ്യതയാണ് ഒരു സ്ത്രീക്ക് മുന്നിൽ തുറക്കുക. അങ്ങനെയൊരു വാതിൽ സിജി ചെറുതായി തുറന്നു വെച്ചിരിക്കുകയാണ്. അത് തികച്ചും ഉന്മേഷകരമായ ഒരു കലാകാരി കാഴ്ചയാണ്. അങ്ങനെ ചിത്രകലയെന്ന വ്യവഹാരത്തിൽ പെൺസ്വത്വബോധത്തിൻ്റെ ചില ഭാവനാത്മകമായ പ്രക്രിയയിലൂടെ ആൺചോദന കാണപ്പെടുകയാണ്. അപ്പോൾ കാമത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും അധികാരത്തിൻ്റെയും നായക പദ്ധതി മാത്രമല്ല ആൺചോദന. അത് വൈകാരികതയുടെ ഒരു തരം ഊട്ടലാണ്. അത്രമേൽ സ്നേഹനിർഭരമായ അവസ്ഥകളിൽ അച്ഛന് മുലമുളയ്ക്കുന്നത് പോലെ തോന്നുന്ന ഒരു പെൺകുട്ടിക്കാഴ്ചയാണ്. പക്ഷേ സിജിയുടെ ഈ സീരീസ് ആത്മകഥാപരം മാത്രമല്ല. ചില ചിത്രങ്ങളിൽ പിതൃരൂപങ്ങൾ ഗൃഹനാഥന്മാരാണെന്നും അച്ഛൻ കഥാപാത്രങ്ങളാണെന്നും ഹെഡ് മാസ്റ്റർ ആണെന്നും ഒക്കെ തോന്നിക്കുന്നു. ആധുനികതയുടെ ചരിത്രത്തിൽ ഗൃഹവൽക്കരണങ്ങളുടെ
മുഖ്യ ടൂളാണ് ഫോട്ടോഗ്രഫി. അത്തരം ചില ശരീരനിലകൾ സിജി വിദഗ്ധമായി തൻ്റെ പെയിൻറ്റിങ്ങിലേക്ക് പരിണമിപ്പിച്ച് എടുക്കുന്നു. ഫാമിലി പോർട്രേറ്റുകളുടെ ഒരു ജനുസിനെ ഓർമ്മിപ്പിക്കും വിധം. അതുകൊണ്ട് ഈ ചിത്രങ്ങൾ വ്യത്യസ്തമായ ആൺദൃശ്യത മാത്രമല്ല, ഒപ്പം തന്നെ വൈകാരികതയുടെ പിതൃമേധാവിത്വപരമായ വ്യവസ്ഥപ്പെടുത്തലിനകത്തു വെച്ചുകൂടി അതിനെ കാണാനുള്ള ശ്രമമാണ്. ഫോട്ടോഗ്രാഫിക് നോട്ടങ്ങൾ വ്യവസ്ഥാപരമാണ്. അതായത് നോക്കപ്പെടാനായി ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു വസ്തു പോലെ നിന്നുകൊടുക്കുന്ന ഒന്നിൽ നിന്നും വരുന്ന നോട്ടം തനിമയാർന്ന വികാരപ്രകടനങ്ങളെ അമർത്തിവെക്കുന്ന തുറിച്ചുനോട്ടം തന്നെയാണ്. അതുകൊണ്ട് അവ പലപ്പോഴും മനുഷ്യബന്ധങ്ങളെപ്പറ്റി സ്വയം തെളിച്ചു കാണിക്കുന്ന ചില ചിട്ടകൾ ഒപ്പിച്ചുള്ള നാടക നിലകൾ തന്നെയാണ്. അതുകൊണ്ടാണ് സ്കൂൾ ഫോട്ടോഗ്രാഫിൽ മാസ്റ്റർ നടുവിൽ വരുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും ഇരുവശത്തുമായി തങ്ങളുടെ പൊക്കത്തിൻ്റെ തോതനുസരിച്ച് വിന്യസിക്കപ്പെടുന്നത്. നമുക്ക് നേരെ വികാരലേശം കൂടാതെ തുറിച്ചു നോക്കുന്ന വധുവിൻ്റെ മേൽ വലതുവശത്ത് മുകളിൽ നിന്നും ചെരിഞ്ഞു വീണ പോലെ ചുമലുമായി വരൻ കാണപ്പെടുന്നത് ഒരു കാലത്തെ നമ്മുടെ ഫോട്ടോഗ്രാഫിക് ചിട്ടയാണ്. ഒരു കാലത്ത് എക്കാലത്തേക്കുമുള്ള പൊതുവായ ഓർമ്മകൾക്ക് വേണ്ടി എന്നോണം അവസാന തുള്ളി ചോരയും വിളറിപ്പോയ നോട്ടത്തോടെ നേതാക്കളും ഗുരുഭൂതരും നടുനായകരും കുറ്റവാളികളുമെല്ലാം ഫോട്ടോഗ്രാഫിക് മുഹൂർത്തങ്ങളിൽ കാണപ്പെടാറുണ്ട്. എന്നാൽ തങ്ങൾ നോക്കപ്പെടുന്നു എന്ന വിവരമേ ലഭിക്കാത്തതുപോലെ സ്വയം മറന്നോ ക്യാമറ ഒരു കണ്ണാടിയാണെന്ന പോൽ ചിരിച്ചു കാണിച്ചോ സ്ത്രീകളുടെ നോട്ടങ്ങൾ വൈകാരികമാകുന്നതും കാണാം. സമൂഹത്തിലെ പിതൃമേധാവിത്വപരമായ സംരക്ഷണ പരിപോഷണ വ്യവസ്ഥകളുടെ ആകമാനം വികാരശൂന്യതയ്ക്ക് പകരം വയ്ക്കാവുന്ന സൂചകമായി ആൺശരീരത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിലേക്ക് ഏറെയും ഒരു പെണ്ണവയവം എന്ന് കരുതപ്പെടുന്ന മുലയെ കടത്തിവെക്കുകയാണ് സിജി കൃഷ്ണൻ. മറ്റൊന്നുകൂടിയുണ്ട്. മേധാവിത്വ വ്യവസ്ഥകളിൽ നിന്നും പിതൃചോദനകളെ മോചിപ്പിച്ചുകൊണ്ട് തനിക്ക് ഇടപെടാവുന്ന മാനുഷികമായൊരു ഇടം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായ ഒരു സ്ത്രീയുടെ പുതിയ ഭാവനയാണ് മുലയൂട്ടുന്ന അച്ഛൻ. താനുമായി ഇടപെടുന്ന പുരുഷനെയും അവൻ്റെ വ്യവസ്ഥകളെയും മാനുഷികമായി ഇടപെട്ട് അഴിച്ചുപണിയുന്ന സ്ത്രീഭാവനയാണിത്. നിത്യജീവിതത്തിൽ ഓരോ പിതൃമേധാവിത്വ ജീവിയും മറച്ചു പിടിക്കുന്ന ആ മനുഷ്യാവസ്ഥ എന്തെന്ന് ചിത്രീകരിക്കുകയാണത്. പുരുഷൻ്റെ വ്യവസ്ഥകളിലായിരിക്കെ തന്നെ അതിനെ അസ്ഥിരമാക്കും വിധം വൈകാരികമായ ശരീരാനുഭവങ്ങളിലേക്ക് പുരുഷാവസ്ഥയെ സ്വരൂപിക്കുന്ന രീതിയാണിത്. ഒരു കലാകാരിക്ക് അത് സാധ്യമാകുന്നത് വ്യവസ്ഥയുമായുള്ള രാഗദ്വേഷ ബന്ധത്തിൽ നിന്നാകാം.